അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഉസ്താദ് പലപ്പോഴായി പറഞ്ഞത് ഓർത്തു പോവുകയാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിലേക്ക് സിയാറത്തിന് വേണ്ടി ചെന്നപ്പോ അവിടെ വെച്ചതാ അപരിചിതനായ ഒരാൾ വന്നിട്ട് ഉസ്താദ് ധരിച്ചിരിക്കുന്ന കമ്മീസ് ആവശ്യപ്പെടുകയാണ്. ഒരു സമയവും കളയാതെ ഉസ്താദ് ഇട്ടിരിക്കുന്ന വസ്ത്രം എടുത്തിട്ട് വന്ന ആളുടെ കയ്യിൽ കൊടുക്കുന്നു. ഉസ്താദ് പറയാണ്, അതിന്റെ ശേഷം ജീവിതത്തിൽ ഇന്ന് വരേക്കും ഒരു പൈസ കൊടുത്തിട്ട് ഒരു ഷർട്ട് പോലും എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇട്ടിരിക്കുന്ന ഷർട്ട് അങ്ങ് അഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തു. ആളുകൾ വന്ന് ചോദിച്ചത് എന്ത് പരിപാടിയാ? ചോദിക്കുന്ന ആള് വന്ന് ചോദിക്കുമ്പോഴേക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രമിട്ട് കൊടുക്കലാണോ? ഉടനെ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഉണ്ടായ ഒരു ചരിത്രം പറഞ്ഞു. മക്കളെ, നിങ്ങൾ അറിയുമോ, മുമ്പൊരാൾ ഇവിടെ ഈ നാട്ടില് അതേ പലരുടെയും അടുക്കല് വലിയ സഹായവും ചോദിച്ച് വന്നിരുന്നു. നാട്ടുകാരും അയാളെ പരിഗണിച്ചില്ല, കൊടുക്കേണ്ടതൊന്നും കൊടുത്തില്ല. അദ്ദേഹത്തെ വിഷമത്തോടെ നാട്ടിൽ നിന്ന് തിരിച്ചയച്ചു. പക്ഷേ നാട് വിടുന്നതിന് മുമ്പ് അദ്ദേഹം അങ്ങ് മരണപ്പെട്ടു പോയി. അദ്ദേഹം ലോകത്തോട് യാത്രയായി. യാത്രയായപ്പോ പിന്നെ നാട്ടുകാർക്ക് കടമയാണല്ലോ, കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, എന്നിട്ട് ഖബറടക്കണം. സുബ്ഹാനല്ലാഹ്, മനുഷ്യനങ്ങ് മരണപ്പെട്ടപ്പോ ജനാസ കുളിപ്പിച്ചിട്ട് നല്ല വസ്ത്രം കൊണ്ടുവന്ന് അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മനുഷ്യനെ അങ്ങ് ഖബറിലടക്കി. പിറ്റേ ദിവസം ഞങ്ങള് പള്ളിയിലെ മിഹ്റാബിൽ ചെന്ന് നോക്കുമ്പോ തലേന്ന് കഫൻ ചെയ്ത തുണിയും അതിന്റെ കൂടെ ഒരു എഴുത്തും കാണുകയാണ്. ആ എഴുത്ത് നമ്മൾ എഴുതിയത് എന്താണെന്ന് അറിയാൻ വേണ്ടി വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിൽ കാണുന്നത് വല്ലാത്ത വേദനയുള്ള കാര്യമാണ്, വല്ലാതെ വിഷമിക്കുന്ന കാര്യമാണ്. ആ വസ്ത്രം ഏതാണെന്നറിയുമോ? തലേന്ന് കഫൻ ചെയ്ത തുണിയാണ്. ആ തുണിയുടെ കൂടെ ഒരു എഴുത്തുണ്ട്, നിങ്ങളുടെ വസ്ത്രം എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യമുണ്ടായ സമയത്ത് നിങ്ങളോടൊരു കാര്യം ചോദിച്ചപ്പോ നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ മരിച്ചപ്പോ എനിക്ക് കഫൻ ചെയ്യാൻ വന്നുവല്ലേ, നിങ്ങളുടെ കഫൻ തുണി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു എഴുത്തും ആ കഫൻ തുണിയും പള്ളിയുടെ മിഹ്റാബിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ആരെന്ത് ചോദിച്ചാലും ഉടനെ അങ്ങ് എടുത്തു കൊടുക്കലാണ്. ഒരൊറ്റ ഒരാളെയും കൈമടക്കിക്കൂടാ. മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കണേ. ആരാണ് വരുന്നത് നമുക്കറിഞ്ഞുകൂടാ. പല പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതല്ലേ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ഷർട്ട് ചോദിച്ചു. ഉസ്താദ് അങ്ങ് ഊരിക്കൊടുത്തു. വന്നത് ആരായിരിക്കാം, അതാരാണെന്ന് അറിഞ്ഞുകൂടാ ഉസ്താദ്. പിന്നെ അയാളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ചോദിച്ചു വരുന്നവരെ മടക്കരുത്. നമ്മൾ അല്ലാഹു നന്നാക്കി തരട്ടെ. നന്നായി നല്ല ചിന്തയോടെ നല്ല ഖൽബോടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെല്ലാം ശ്രദ്ധിച്ച് നല്ല ഈമാനോടെ ജീവിച്ച് നല്ല മുത്തഖിയായി മരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. കുറച്ചുകൂടി സൗണ്ട് ഒക്കെ കൂട്ടായി മോണിറ്ററിൽ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസമുള്ള പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരും അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. റബ്ബിന്റെ പേര് പറയാം. വലത്തെ കൈയെടുത്തിട്ട് ഇടത്തെ നെഞ്ചിന്റെ മുകളിൽ വെക്കണം. അവിടെയാണ് ഖൽബുള്ളത്. ആ ഖൽബാണ് നന്നാകേണ്ടത്. ഇന്നൊരാൾ വൈകുന്നേരം എന്നെ വിളിച്ചു, ഉസ്താദേ, ഞാൻ ഗൾഫിൽ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ ഭാര്യ എന്നെ ഒരു പരിഗണനയില്ല, എന്റെ അടുത്ത് വന്ന് കിടക്കണില്ല, എനിക്ക് ഭക്ഷണം തരുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എന്നോട് ചോദിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഇതെന്തൊരു ഭാര്യയാണ്? അങ്ങനെ ആകാൻ പാടുണ്ടോ? സ്വന്തം ഭർത്താവിനോട് കടമകളില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അങ്ങോട്ട് ഇറങ്ങിപ്പോകല. ഭാര്യയ്ക്ക് ഒരു സമ്മതം ചോദിക്കേണ്ടതില്ലേ? നിർബന്ധല്ലേ? അങ്ങനെ പോകലെ ഹറാമല്ലേ? സമ്മതമില്ലാതെ നോമ്പ് നോക്കല് പോലും, സുന്നത്തായ നോമ്പ് നോക്കല് പോലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ പാടില്ല എന്ന് പഠിപ്പിച്ചൊരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഖൽബ് നന്നാകണം, എല്ലാവരുടെ ഖൽബ് നന്നാവണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരിഹരിച്ച് ഇനി അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അല്ലാഹു
അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഖൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളുടെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്.